മഹാദൈവവും രക്ഷിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്നെ ഈ മെസ്സേജിൽ കേൾക്കുന്ന എല്ലാ കർത്താവിൽ ഉള്ള സഹോദരങ്ങൾക്കും മറ്റ് ഈ സുവിശേഷം കേട്ട് കർത്താവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. JCNTSD എന്നുള്ള ഈ ഗ്രൂപ്പിൽ കൂടെ സത്യസുവിശേഷത്തെ, അതായത് അപ്പോസ്തോലന്മാരിൽ കൂടെ കർത്താവ് പുറപ്പെടുവിച്ച ആദ്യ നൂറ്റാണ്ടിൽ, അതായത് പെന്തക്കോസ്ത് നാൾ മുതൽ പൂർത്തീകരിച്ച സുവിശേഷം ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കൂടെ പറയുവാൻ ദൈവം കൃപ തരുന്നതോർത്ത് കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഈ പറയുന്ന ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് സ്വയമായി ഒന്നും പുകഴുവാനില്ല. എല്ലാ മഹത്വവും കർത്താവും ദൈവവും നിത്യപിതാവുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിക്കൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുന്നു. ഇന്നത്തെ മെസ്സേജിൻ്റെ വിഷയം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 23-39 വാക്യം. അതിൽ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എന്ന് യേശു പറയണമെങ്കിൽ ആരാണ് കർത്താവ്? ആരാണ് യേശുവിൻ്റെ കർത്താവ്? അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് യേശു ക്രിസ്തുവാണ് സംസാരിക്കുന്നത്. യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണ് യേശു ക്രിസ്തു? മനുഷ്യൻ എന്ന നിലയിൽ, അതായത് മനുഷ്യൻ എന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു എന്ന് യെരമ്യാ പ്രവചനത്തിൽ അതിൻ്റെ 32 വാക്യത്തിൽ പറയുന്നു. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന് പറയുന്നു. അതായത് യഹോവ എന്ന് വെച്ചാൽ അഡോണായി അല്ലെങ്കിൽ കർത്താവ്. ഈ ഭൂമിയിലുള്ളവരെയും കർത്താവ് എന്ന് വിളിക്കുവാൻ സാധിക്കും. പക്ഷെ അതിന് ഹെബ്രായ വാക്ക് അഡോണി എന്ന വാക്കാണ്. അഡോണായി എന്ന വാക്കിൽ ആണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സംസാരിക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളോ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചാപ്റ്ററിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്കിനി പിതാവെന്ന് വേറെ ആരെയും സംബോധിക്കരുത്. അപ്പോൾ നിങ്ങൾ പിതാവെന്ന് ഒരു മനുഷ്യനെയും, അതായത് നിങ്ങൾക്ക് ഭൗമികമായ പിതാവിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നത് പോലെ അല്ല, ഒരു ആത്മീയമായ ഒരു മനുഷ്യനെ കാണുമ്പോൾ പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആത്മാവിൽ ജനിച്ചത് കൊണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് വേറെ ഒരു അധ്യാപകനില്ല എന്ന് വെച്ചാൽ ആ അധ്യാപകൻ നിങ്ങളിൽ വരുവാൻ പോകുന്ന ക്രിസ്തു തന്നെ ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ആരെന്ന് നമ്മൾ പറയുമ്പോൾ 38 വാക്യത്തിൽ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. ആരാണ് ഈ ഭവനം ശൂന്യമായിരിക്കുന്നവർ? ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരാണ് ഭവനം ശൂന്യമായവർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിതാവ് ആരെന്നറിയത്തില്ല, അവർക്ക് അധ്യാപകൻ ആരെന്നറിയത്തില്ല. മനുഷ്യർ അവർക്ക് പിതാവുമായി തീരും, മനുഷ്യർ അവർക്ക് അധ്യാപകന്മാരും ആയിത്തീരും. അങ്ങനെ ആയിത്തീരുന്നവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ നാമം വെളിപ്പെടത്തില്ല. കർത്താവിൻ്റെ നാമം അറിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് കർത്താവിൻ്റെ ആത്മാവിനെ ആനയിക്കുവാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ ചാപ്റ്റേഴ്സിൽ കാണുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് കർത്താവ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പോയാലേ കാര്യസ്ഥൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്ക് വരുള്ളൂ. ആ കാര്യസ്ഥനെ അയക്കുന്നത് പിതാവാണെന്ന്
വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ കാര്യസ്ഥൻ വരുമ്പോൾ ഞങ്ങളാണ് നിങ്ങളിൽ വന്ന് വാസം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭവനത്തിൽ വന്ന് വാസം ചെയ്യുന്നത് എൻ്റെ ആത്മാവുമാണ്, അത് പിതാവിൻ്റെ ആത്മാവുമാണ് എന്നാണ് അതിനർത്ഥം വരുന്നത്. പരിശുദ്ധാത്മാവാണ് സാധാരണ രീതിയിൽ ഒരു മനുഷ്യനിൽ വരുന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എന്നത് വേറെ ഒരു വ്യക്തിയല്ല, ഞാനും പിതാവും ഒന്നായിരിക്കെ ആ ആത്മാവ് ഞങ്ങൾ എന്ന് വിശേഷണം പ്രാപിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുന്നിടം വരെ നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കത്തില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള വചനമാണ് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അത് തന്നെ പത്രോസ് പറയുന്നു. 2-ാമത്തെ പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ അധ്യായത്തിൽ പറയുന്നു, ഇതാണ് യോവേൽ പറഞ്ഞ യഹോവയുടെ വലിയ ഭയങ്കരമായ ദിവസം. ഇന്ന് കർത്താവിൻ്റെ നാമം. ആരാണ് കർത്താവ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് തന്നെയാണ് ആ കർത്താവ്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ്, അതായത് യഹോവയായ ദൈവം തന്നെയാണ് ആ കർത്താവ്, കർത്താവിൻ്റെ നാമം എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ തടങ്കൽ പാറയായി മാറിയ യഹൂദന്മാരും ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ആണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാർ പറയുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവിടെ പറയുന്നു, എല്ലാ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ മാനസാന്തരവും പാപമോചനവും മശിഹായുടെ നാമത്തിലാണ് വരുന്നത്. ആ മശിഹായെ കർത്താവെന്ന് വിളിക്കുകയും ആ മശിഹായുടെ നാമത്തിൽ വിശ്വസിക്കാത്തെയും ഭൂരിപക്ഷമായ ക്രിസ്ത്യാനികളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് ആ യഹോവയായ ദൈവം വേറെ ഒരു കർത്താവെന്ന് ഇവർ പറയുന്ന വേറൊരു കുട്ടിക്കർത്താവും അവർക്ക് ഉണ്ട്. പിന്നെ ചിലർക്ക് തൃത്വക്കാർക്കാണെങ്കിൽ മൂന്നാമതൊരു കർത്താവും ഉണ്ട്. അത് പരിശുദ്ധാത്മാവെന്നവർ വിവരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരേ ആത്മാവ് തന്നെയാണ്. വന്നു വാസം ചെയ്യുന്നത് ക്രിസ്തുവാണ്. വന്നു വാസം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വന്നു വാസം ചെയ്യുന്നത് പിതാവാണ്. വന്നു വാസം ചെയ്യുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. വന്നു വാസം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതെല്ലാം ആണ് ഒരേ ആത്മാവ് തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8:9 വളരെ പറയുന്നു, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനുള്ളവർ. നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ. അപ്പോൾ കർത്താവിന്റെ നാമം അറിയാതെ ഒരിക്കലും നിങ്ങളുടെ ഭവനം നിറയുകയില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തന്നെ നിലനിൽക്കും. നിങ്ങളിൽ ഒരിക്കലും കർത്താവ് വരില്ല. പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. യഹോവയുടെ അരുളപ്പാടായ സക്കറിയാവിന്റെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇതാ നിന്റെ രാജാവ് ഇസ്രായേലേ. ആരാണ് ഇസ്രായേലിന്റെ രാജാവ്? യഹോവയായ ദൈവം തന്നെ ഇസ്രായേലിന്റെ രാജാവ്. അവൻ കഴുതപ്പുറത്ത് വരുന്നു. പെൺകഴുതയുടെ മേളില, കുട്ടിക്കഴുതയുടെ മേളില വരുന്നു. ഇതിൽ കൂടുതൽ എന്ത് പ്രവചനമാണ് നൽകേണ്ടത്? പ്രവചനത്തിന്റെ നിവൃത്തിയിൽ വിശ്വസിക്കുക. സക്കറിയാവിന്റെ പുസ്തകത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ 30 വെള്ളിക്കാശ് എന്നുള്ള ആ
വിലയിട്ടത് യഹോവയ്ക്ക് തന്നെ വിലയിട്ടു. നിങ്ങൾ യഹോവയ്ക്ക് 30 വെള്ളിക്കാശിന്റെ വിലയിട്ടു. വെള്ളിക്കാശിന് വിലയിടാൻ യഹോവ മനുഷ്യനാണോ? അല്ല, അവൻ മനുഷ്യന്റെ പ്രത്യക്ഷതയിൽ വരുമ്പോൾ അവന് വിലയിട്ടത് 30 വെള്ളിക്കാശെന്ന് പ്രവചനത്തിന്റെ നിവർത്തി നമ്മളോട് പറയുന്നു. സക്രിയാവിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യഹോവയെ നിങ്ങൾ നോക്കും. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയെ അവർ എങ്കിലേക്ക് നോക്കും, അവർ കുത്തിത്തുളച്ചവനെ കാണും എന്ന് പറയുന്നു. യഹോവയെ എന്ന് ആർക്കാണ് കുത്തിത്തുളയ്ക്കുവാൻ സാധിക്കുന്നത്? ഒരു സോളിഡ് മാറ്റർ ആയിട്ട് വരാത്ത ഏത് വസ്തുവിനെയാണ് കുത്തിത്തുളയ്ക്കുവാൻ സാധിക്കുന്നത്? ആത്മാവായ ദൈവത്തെ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനെ, സകലത്തിനെയും നിറയ്ക്കുന്നവനെ ആർക്കും കുത്തിത്തുളയ്ക്കുവാൻ സാധ്യമാകില്ല. പക്ഷെ അവന്റെ പ്രത്യക്ഷതയായവനെ, അതായത് വേഷത്തിൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന അവസ്ഥയിൽ അവൻ ഉള്ളപ്പോൾ അവനെ കുത്തിത്തുളയ്ക്കുവാൻ സാധിക്കും. അത് യഹോവ തന്നെ എന്ന് പ്രവചനം പറയുന്നു. പിന്നെ ആ പ്രവാചകൻ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യഹോവ സർവഭൂമിക്കും രാജാവാണ്. അപ്പോൾ ഇവർ യെരൂശലേമിൽ പറഞ്ഞത് എന്താകുന്നു? കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർ 2 കാര്യവും പറഞ്ഞു. കഴുതപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അവർ പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഇത് കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. അതായത് യഹോവയുടെ നാമം, യേശുവ ഹമശ്യാഖ് അല്ലെങ്കിൽ യേശു മശിഹ എന്നുള്ള നാമത്തിൽ വരുന്നവൻ, ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു. അവൻ വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ കഴുതപ്പുറത്താണ് വരുന്നത്. അവൻ യഹോവയുടെ നാമം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. ആ കർത്താവിന്റെ നാമത്തിന്റെ കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 39 കർത്താവ് തന്റെ അധരം കൊണ്ട് പറയുന്നത്. ആ കർത്താവ്, അതായത് ജഡത്തിൽ പ്രത്യക്ഷനായ യേശു മശിഹായാണ് പറയുന്നത്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയണം. യേശു കർത്താവെന്ന് തൻ്റെ അധരം കൊണ്ട് പറയണമെങ്കിൽ യേശുവിന് ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. അത് അഡോണായ ദൈവം മാത്രം. സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയായിരിക്കുന്നവൻ. വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നപ്പോഴും ആ ജഡത്തിൻ്റെ ദൈവവും കർത്താവും പിതാവുമായിരിക്കുന്നവൻ ഏകൻ തന്നെ, ഒരേ ആത്മാവ്, സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ശലോമോൻ ദേവാലയം പണിഞ്ഞപ്പോൾ അതിൻ്റെ മുൻപ് നിന്ന് പറഞ്ഞു, സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ എങ്ങനെ ഈ ആലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും? അവനറിയാം ദൈവം ഒരു ആലയത്തിലും ഒരു പാത്രത്തിലും ഒരു ടാബർനാക്കിളിലും ഒതുങ്ങി നിൽക്കുന്ന ആത്മാവല്ല. അവന് ആ ചെറിയ ടെമ്പിളിനെ അല്ലെങ്കിൽ ആലയത്തെ നിറയ്ക്കുവാൻ സാധിക്കും. ആ ടെമ്പിൾ നിറയും. പക്ഷെ അത് മൊത്തം ദൈവത്തിൻ്റെ സമ്പൂർണതയല്ല. ദൈവത്തിൻ്റെ സകല സമ്പൂർണത നിറയുന്നത് അത് വാഴ്ത്തപ്പെട്ട ഒരു ശരീരത്തിലായിരിക്കും. ആ വാഴ്ത്തപ്പെട്ട ഒരു ശരീരം ഒരു ആത്മീയ ആലയമാണ്. ആ ആത്മീയ ആലയത്തെ പറ്റിയാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അത് ജഡമായ ഒരു ശരീരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞു, അവനോട് ചോദിച്ചു, എന്നാണ് നിന്റെ തിരിച്ചുവരവ്? അത് എനിക്കറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. സമ്പൂർണത അവന് അന്ന് ഇല്ല. ഒരിക്കലും കള്ളം പറയുകയില്ല. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നപ്പോൾ, ആത്മീയ ശരീരത്തിൽ വന്നപ്പോൾ അതേ ചോദ്യം ചോദിച്ചപ്പോൾ, ഇത് നിങ്ങൾക്ക് അറിയുവാനുള്ളതല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രന് അല്ല ഇത് വെളിപ്പെടേണ്ടത്, എന്നാണ് പിതാവായിട്ട് തിരിച്ചു വരുന്നത് എന്ന്. അത് പുത്രത്വത്തിൽ അറിയേണ്ടതല്ല. പുത്രൻ എപ്പോഴും
കള്ളൻ വരുന്നത് പോലെ കാത്തിരിക്കണം. പിതാവിൻ്റെ മഹത്വത്തിൽ തിരിച്ചു വരുന്ന മേഘമനുഷ്യപുത്രൻ അത് ദൈവം തന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് പിതാവ് തന്നെ വരുന്നു എന്നെ വിടുവിക്കുവാൻ വേണ്ടി. പിതാവിൻ്റെ മഹത്വം വേറെ ആർക്കും ലഭിക്കത്തില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ പിതാവിൻ്റെ മഹത്വമുള്ളവൻ, അത് പിതാവ് തന്നെ എന്ന്, ആത്മാവായ ദൈവം തന്നെ എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിക്കൂ. കർത്താവിൻ്റെ നാമത്തെ നീ അറിയണം. അത് കർത്താവിൻ്റെ നാമം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദ ലോർഡ്, അതായത് അഡോനായി എന്ന് വിളിച്ചു പറയുന്നത്. ആത്മാവിലുള്ളവന് മാത്രമേ അത് ശരിക്കും പറയുവാൻ പറ്റും. യേശു ക്രിസ്തു ഒരു അഡോണി അല്ലെങ്കിൽ ഒരു കുട്ടി കർത്താവെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. ലോകത്തിലുള്ള സകല എന്തെങ്കിലും ശക്തി ഉള്ളവനെ മൈലോഡ് മൈലോഡ് എന്ന് വിളിക്കുന്ന ജനമാണ് ഈ ലോകത്തിലുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന രാജ്യം ഭരിക്കുന്ന പലരെയും യജമാനനെ അല്ലെങ്കിൽ മൈലോഡ് എന്ന് വിളിക്കുന്ന, നമ്മൾ പല കോർട്ടിലും പോയിട്ട് മൈലോഡ് എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യമാണ് അഡോണി എന്ന വാക്യം. അതും കർത്താവെന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇംഗ്ലീഷിൽ മൈലോഡ് എന്ന് പറയുന്നത് പോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവേ എന്ന് തന്നെയാണ് വരുന്നത്. അതൊരു ഭൂമിയിലുള്ള ജഡത്തിലുള്ള മനുഷ്യനെ വിളിക്കുന്ന പദവിയാണ്. അല്ല, ഇത് യേശു മശിഹ കർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശു മശിഹ അഡോണായി ആയ ഏകദൈവമായ കർത്താവെന്ന് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ നിന്റെ ഭവനം എന്നും ശൂന്യമായിരിക്കും. നിന്റെ ഭവനം എന്നും ശൂന്യമായിരിക്കും. അപ്പോൾ ഭവനം ശൂന്യമായിരിക്കാതെ കാത്തുകൊള്ളണമെങ്കിൽ രാജകുമാരികളെ പോലെ എണ്ണ ഉള്ളവരായി വരുന്നവന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ നിന്റെ ഭവനം ശൂന്യമായാൽ ഒരിക്കലും നിനക്ക് അത് കാണുവാൻ സാധിക്കത്തില്ല. ആത്മാവിലുള്ളവർക്ക് മാത്രമേ ആ മഹത്വത്തിലുള്ള കർത്താവിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ഭവനം നിറയുവാൻ വേണ്ടി നീ ആ നാമത്തിൽ വിശ്വസിക്കുക. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ ആ യഹോവയുടെ നാമത്തിൽ വിശ്വസിക്കുക. പത്രോസ് അത് ഏറ്റുപറഞ്ഞ യോവേൽ പ്രവചനത്തിന്റെ ആ ദിവസം ഇത് തന്നെ. യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് അറിയുക. ആ കർത്താവ് ഏത് എന്ന് അറിയുക. അത് ഭൂമിയിലെ മൈലോഡ് കർത്താവല്ല, അഡോണിയായ കർത്താവല്ല, അത് അഡോണായി ആയ കർത്താവാണ് എന്ന് നീ വിശ്വസിക്കുക. എന്നാലേ നിന്റെ ഭവനത്തെ നിറയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. അത് നീ മനസ്സിലാക്കിയാലേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്ന് പറയുമ്പോൾ യഹോവയുടെ നാമത്തിൽ തന്നെയാണ് നീ സ്നാനമേൽക്കുന്നത്. യഹോവയുടെ അന്ത്യനാളിൽ വെളിപ്പെടുന്ന ഏക നാമത്തിൽ നീ സ്നാനപ്പെടുകയാണ്. എന്നാലേ പാപം മാറുകയുള്ളൂ. നിന്റെ പാത്രം ഒരു പരിശുദ്ധ ആത്മാവിനെ നിറയുവാൻ വേണ്ടി ഒഴിഞ്ഞ ഒരു പാത്രമായി മാറുകയുള്ളൂ, ഒരു മാറ്റിവെച്ച പാത്രമായി മാറുകയുള്ളൂ. എന്നാലേ നിന്റെ ഭവനം നിറയുകയുള്ളൂ, എന്നാലേ നിന്റെ ഭവനത്തിൻ്റെ ശൂന്യത മാറുകയുള്ളൂ. നീ എന്നുവരെ കർത്താവിൻ്റെ നാമത്തെ കൈക്കൊള്ളുന്നില്ല അതുവരെ നിന്റെ ഭവനം ശൂന്യമായിരിക്കും. ഒരിക്കലും അവൻ നിന്നിലേക്ക് വരില്ല. അവൻ നിന്നിലേക്ക് ഒരിക്കലും വരില്ല. നീ ഇത് വിശ്വസിച്ചില്ല എങ്കിൽ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭവനം നിറയട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അതായത് യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിശ്വസിക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം.